കരടി ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണ്. ഇന്നലെ വെള്ളമുണ്ട പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലായിരുന്നു. വെള്ളമുണ്ട പഞ്ചായത്തിലെ കക്കടവിൽ നിന്നുള്ള കരടിയുടെ ദൃശ്യങ്ങളാണ് ഇന്നലെ വൈകിട്ട് മാതൃഭൂമി ന്യൂസ് പ്രേക്ഷകരിൽ എത്തിച്ചത്. ഒരു തുരുത്തിൽ നിന്ന വയലിലൂടെ കരടി മുറിച്ചു കിടക്കുന്ന ദൃശ്യങ്ങൾ നമ്മളാണ് ആദ്യം ഈ കരടിയുടെ ദൃശ്യങ്ങൾ പ്രേക്ഷകരെ കാണിച്ചത്. അവിടെ ഈ കക്കടവ്, പാലയാണ, കരിങ്ങാരി തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ ഇന്നലെ കരടിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് രാത്രിയോടെ കരടി പനമരം പഞ്ചായത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. പനമരം പഞ്ചായത്തിലെ മാങ്കാണി തറവാട്ടിൽ ഇന്നലെ രാത്രി കരടി എത്തി. ഇവിടുത്തെ സ്റ്റോർ റൂമിൽ നിന്ന് പഞ്ചസാരയൊക്കെ എടുത്തുകൊണ്ടുപോയി. ഇവിടെയൊക്കെ പഞ്ചസാര തൂവിയിട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് ഈ കാണുന്ന കെട്ടിടത്തിലാണ് ഇവരുടെ സ്റ്റോർ റൂം ഉള്ളത്. നിരവധി കുടുംബങ്ങളൊക്കെ താമസിക്കുന്ന തറവാടാണ്. ഈ സ്റ്റോർ റൂമിന്റെ വാതിൽ തകർത്താണ് കരടി ഇറങ്ങിയത്. എന്താ രാത്രി സംഭവിച്ചത്? ഇന്നലെ രാത്രി സംഭവിച്ചാൽ ഞങ്ങൾ പുഴയിലേക്ക് പോയിട്ട് വരുന്ന സമയമായിരുന്നു. അപ്പോൾ ചെറുവലത്തുനിന്ന് ഒരു പോലീസുകാരൻ വിളിച്ചു, ഇങ്ങനെ കരടി ഇറങ്ങിയിട്ടുണ്ട്, നമ്മളെ തൊട്ടടുത്ത് നിങ്ങളുടെ ഭാഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ആ വരുന്ന സമയത്ത് ലൈറ്റും ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ താഴെ നമ്മളെ സ്ഥലത്തിലെത്തുമ്പോൾ വീട്ടുകാരെല്ലാം കോളനിക്കാരെല്ലാം താഴെയുണ്ട്, ഇങ്ങോട്ട് കടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴാണ് തറവാട്ടിൽ നിന്ന് വിളിക്കുന്നുണ്ട്, ഇവിടുന്ന് മരുമോൻ വിളിക്കുന്നുണ്ടായിരുന്നു, ഇവിടെ എന്തൊരു സാധനം ഉണ്ട്, ഇങ്ങോട്ട് ആരും വരണ്ട, എനിക്ക് പേടിയാകുന്നു പറഞ്ഞിട്ട് കരയുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അമ്മാവനെ ഇവരൊക്കെ വന്നത്. അപ്പോൾ അങ്ങനെ വന്ന് നോക്കുമ്പോൾ വാതിലൊക്കെ തുറന്നു. ഈ വാതിലാണ് ഞങ്ങളുടെ പൂജാ റൂമാണ്. രണ്ടാമത്തെ മെയിൻ പൂജാ റൂം അവിടെയാണ്. രണ്ടാമത്തെ പൂജാ റൂമാണ് ഇത്. അത് തള്ളി തുറന്നു. അത് തള്ളി തുറന്നു. ഇവിടെ പഞ്ചസാരൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ചെക്കനൊക്കെ എല്ലാവരുമാണ് വന്നത്. പിന്നെ അവിടെ നിന്ന് ഇവിടുന്ന് എല്ലാവരും വന്നു. പിന്നെ ഫോറസ്റ്റുകാരും മറ്റുള്ളവരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു നല്ല രാത്രി. ഇത് ഇങ്ങനെ വന്യമൃഗങ്ങളൊന്നും നമ്മളെ ഈ ഭാഗത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു നമ്മുടെ ഈ പ്രദേശത്ത് വെച്ചാൽ ഞങ്ങളുടെ തറവാട്ടിലെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. കാരണം വെച്ചാൽ ഇങ്ങനെ കരടി ഇങ്ങനെ വരുന്നു എന്ന് പറഞ്ഞാൽ പല രീതിയിൽ നമുക്ക് ആക്രമണങ്ങളെ നേരിടേണ്ടി വരുന്ന ഇതൊക്കെ ദൃശ്യങ്ങളാണല്ലോ കാണുന്നത്. ആ ഒരു പേടിയാണ്ടാണ് ഇന്നലെ അല്ലെങ്കിൽ ഈ കോളനിയിലുള്ള എല്ലാവരും ഇവിടെ എത്തുമായിരുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയൊക്കെയാണ് സ്ഥിതി. ഇന്നലെ രാത്രി സംഭവത്തിന് ശേഷം എല്ലാവർക്കും പുറത്തിറങ്ങാൻ പേടിയായിരുന്നു. ഇത് കുറിച്യ സമുദായത്തിന്റെ വലിയൊരു തറവാടാണ്. ഇവിടെ കുറച്ച് കുടുംബങ്ങളുണ്ട്. മറ്റു തറവാട്ടിലെ അംഗങ്ങളൊക്കെ സമീപത്ത് തന്നെയുള്ള വീടുകളിലാണ് താമസം. അവരൊക്കെ വിവരമറിഞ്ഞ് രാവിലെ മാത്രമാണ് ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത്. കാരണം രാത്രി ആരും പുറത്തിറങ്ങേണ്ട എന്ന നിർദ്ദേശമുണ്ടായിരുന്നു. എന്തായാലും വലിയൊരു ഭീതിയാണ് ഇവിടെ ഉണ്ടായിരുന്നവർക്കെല്ലാം ഉണ്ടായത്. കാരണം വന്യമൃഗശല്യം ഒന്നുമില്ലാത്തൊരു പ്രദേശമാണ്. അവിടെയാണ് ഇത്തരത്തിൽ കരടി വന്ന് വീടിനകത്തെ മുറിയിൽ നിന്ന് പഞ്ചസാര എടുത്തുകൊണ്ടുപോയത്.